വെൽക്കം ടു അമീസ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയായ ഏലാഞ്ചിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ജാർ എടുത്ത് അതിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം, 1.5 കപ്പ് മൈദമാവാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ആട്ടയായാലും കുഴപ്പമില്ല, പക്ഷേ മൈദയാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു അപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി വേണം. ഇനി നമുക്കൊരു പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് കട്ട് ചെയ്തെടുത്ത ഒരു 8-10 അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് നിറം മാറിയ ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ, ഇതാ കളറൊന്ന് മാറിയാൽ മതി, ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കൊരു ദോശക്കല്ലോ ഒരു പാനോ എടുത്ത ശേഷം അതിലേക്ക് ഈ ബാറ്റർ ഒന്ന് ദോശ പരത്തിയെടുക്കും പോലെ ഒന്ന് പരത്തിയെടുക്കുക. ദോശക്കല്ലാണെങ്കിൽ കുറച്ച് നെയ്യോ എണ്ണയോ തടവി കൊടുക്കുക. ഒരു 10-20 സെക്കൻഡ് മതി ഒരു സൈഡ് വേകാനായിട്ട്. അത് കഴിഞ്ഞ ശേഷം അപ്പുറത്തെ സൈഡും കൂടെ മറിച്ചിട്ട് അതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് അത് വെന്ത ശേഷം അടുത്ത് അതുപോലെ ചുട്ടെടുക്കാം. ചൂടോടെ തന്നെ നമ്മൾ ഇതിലേക്ക് ആ മിക്സ് റോൾ ചെയ്ത് വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് പരത്തിയെടുത്ത ശേഷം ആ മിക്സ് ഞാൻ സൈഡിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സൈഡിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുക. നടുക്കോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സൈഡിൽ ഇട്ട ശേഷം 2-3 റോൾ ചെയ്ത ശേഷം ആ 2 സൈഡിനെ ഒന്ന് ലോക്ക് ചെയ്ത് മടക്കി വെച്ചിട്ട് അതിനെ ഒന്നും കൂടെ റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കുന്ന സമയത്ത് അകത്തുള്ള ഫില്ലിങ്സ് പുറത്ത് പോകത്തില്ല. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.